BJP വക്താവ് ശ്രീ നന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നന്ദു, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് പ്രധാനമന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. ഇതേപ്പറ്റി പ്രിൻസിപ്പൽ പറഞ്ഞത് ഇത് ക്രിയേറ്റിവിറ്റി എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പ്രിൻസിപ്പൽ മനോജ്, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ നേതാവാണോ? ഇങ്ങനെ ഒരു മറുപടി തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൽ പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്ററിനെ അദ്ദേഹം ന്യായീകരിക്കുകയല്ലേ ശ്രീ നന്ദു? തീർച്ചയായിട്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ കൊടുക്കുന്ന ഒരാൾ അയാളൊരു അധ്യാപകനായി തുടരാൻ തന്നെ അർഹനാണോ എന്നുള്ള സംശയം കൃത്യമായി പ്രിൻസിപ്പളാണ്. അതെ, പ്രിൻസിപ്പൾ ആണെങ്കിൽ ഒട്ടും തന്നെ അദ്ദേഹം ആ പോസ്റ്റിന് യോഗ്യതയുള്ള ആളല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ പഠിപ്പിച്ചു വിടുന്ന ആളുകളാണ് നാളെ നമ്മളിപ്പോ പല വൈറ്റ് കോളർ ജിഹാദ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ? ഇങ്ങനെയുള്ള ആളുകൾ പഠിപ്പിച്ചു വിടുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ രാജ്യത്തിനെതിരായും രാജ്യത്തിന്റെ പരമാധികാരത്തിനും രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന ലീഡർഷിപ്പിനെയും ഒക്കെ, അത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ മാത്രം സ്വത്തല്ല, ഒരു പാർട്ടിയുടെ മാത്രം സ്വത്തല്ല, അതൊരു രാജ്യത്തിന്റെ സ്വത്താണ്. ആ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ഒക്കെ അവഹേളിക്കുക. നമുക്കതിന് വേണമെങ്കിൽ പിന്നോട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തക അധിക്ഷേപിച്ചപ്പോൾ അന്ന് എതിർചേരിയിലുണ്ടായിരുന്ന BJP-യുടെ മുഖ്യമന്ത്രിയും അന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ CBI അന്വേഷണം ഉൾപ്പെടെ ചാർത്തിക്കൊടുത്ത് വേട്ടയാടിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയായിരുന്നു, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദി. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ടാവും, അതിനെ ഞങ്ങൾ തർക്കിക്കും, പക്ഷേ അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത്, നേരത്തെ PR ശിവശങ്കരൻ ചേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ കേട്ടു, അത്തരം പണിയാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൾക്ക് നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട്. അതിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. വളരെ വ്യക്തമാണ്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് പ്രധാനമന്ത്രിയെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അവിടെയാണ് ഈ പോസ്റ്ററിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത് ക്രിയേറ്റിവിറ്റി ആണ് എന്നുള്ള ഒരു മറുപടി പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഇതിനെ ശക്തമായി എതിർക്കേണ്ടതാണ് എന്നുള്ളതാണ് BJP വക്താവ് നന്ദുവും ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.